ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇത് ഞാനിത് ഈ ഒരു മോഡൽ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ലേസും എടുത്തിട്ടുണ്ട് നെക്കിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ക്ലോത്ത് എനിക്ക് സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചും ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിങ് ഒരു എയർലൈൻ മോഡലിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കൈക്കുഴിൻ്റെ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം അത് ഷോൾഡറിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് വേണം നമ്മൾ കൈക്കുഴിൻ്റെ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഷേപ്പിൻ്റെ അവിടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. ഒപ്പം തന്നെ നമ്മൾക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ നീളവും മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റിൻ്റെ അവിടുത്തെ നീളം 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെരിച്ച് താഴെ വരെ വരച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് വശം തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ലൈനിങ് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ 2ആയിട്ടാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത്. ഫസ്റ്റിന് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 47 ഇഞ്ച് കിട്ടും. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം അതിനായിട്ട് 4 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ നിങ്ങളിങ്ങനെ വിട്ട് കൊടുത്തതിന് ശേഷം വേണം ലൈനിങ് വെച്ച് കൊടുക്കാൻ. അതായത് കൂടുതൽ പ്ലീറ്റ്സ് വേണമെങ്കിൽ ഒരു 4-4.5 വരെ വെച്ച് കൊടുക്കാം. അതിൽ കൂടുതൽ വേണ്ട. ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് വിട്ടിട്ട് വേണം നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത്, ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോർഷനും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് 2ആയിട്ട് മടക്കിയിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് അതും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. സ്ലീവിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ച്, 9.5 ഇഞ്ച്, 9.5 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ചരിച്ചൊരു ഇതുപോലൊരു ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് അളന്ന് നോക്കണം, കറക്റ്റ് അളവ് തന്നെയാണോ എന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവിലും യോക്ക് പോർഷനിലും ആയിട്ട് ഞാൻ ഹാൻഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഈ ഒരു ലേസ് നെക്കിൽ വെച്ച് അതേ ലേസ് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്ക് തികയുന്നില്ല, അങ്ങനെ ഞാനത് ഒഴിവാക്കി. പിന്നെ അത് ഈ നെക്ക് പോർഷൻ കട്ട് ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയാത്, നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ലേസിൻ്റെ വിഡ്ത്തും കൂടി നോക്കിയിട്ട് വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. 1.5 ഇഞ്ചാണ് ലേസിൻ്റെ വിഡ്ത്ത് ഉള്ളത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 3 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് അതും മാർക്ക് ചെയ്യാം മുകളിൽ. അപ്പോൾ 4.5 ഇഞ്ച്. പിന്നെ താഴെ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ 9.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, ഡൗട്ടടിക്കാനൊന്നുമില്ല. നെക്കിൻ്റെ വിഡ്ത്ത് ലേസിൻ്റെ വിഡ്ത്തും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 9.5 ഇഞ്ചിൽ 9.5 ഇഞ്ചിലോ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്തിട്ട്
ആ പ്ലീറ്റ്സ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അതേപോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വി ഷേപ്പിൽ നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ് ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ ഒരു ലേസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ലേസിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കോർണർ വശത്ത് നിന്ന് താഴത്തേക്ക് ഒരു കുറച്ച് ഭാഗം മാത്രം വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. 2 സൈഡും അതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വന്ന ലേസ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്താൽ ലേസ് നീങ്ങിപ്പോവാതെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മളത് ഒരു കോർണർ വശം വരെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ആ കോർണർ വശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക 2 സൈഡും. കറക്റ്റ് അത് ലേസ് ഉള്ളിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അത് സെയിം കളറിലുള്ള നൂല് കൊണ്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അവിടെ സെൻട്രലായിട്ടൊരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് കുറച്ച് ലൈൻസ് വരച്ച് കൊടുത്തിട്ട് ആ ലൈൻസിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പടി പോലെ. എന്നിട്ട് അതിനൊരു ലൈനിങ് ക്ലോത്തും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ കിട്ടും. എന്നിട്ട് അത് നമുക്ക് ആ ഒരു സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിൻ ചെയ്തതിന് ശേഷം നമുക്കതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് ചെറിയ വർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഈ യോക്ക് പോർഷനിൽ. അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. അതൊക്കെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പ്ലീറ്റ്സ് ഇതുപോലെ കറക്റ്റ് പിൻ ചെയ്തിട്ട് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇത് തന്നെയാണ് ഒരു പണിയായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. താഴെ വശത്ത് കറക്റ്റ് ചെയ്തിട്ട് ലെവലാക്കണം. നമുക്ക് ഇത് ചെറുതും വലുതുമായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശം തമ്മിൽ അതിന് മുന്നേ ബാക്ക് പോർഷനിൽ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം, അതായത് അതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് ക്യാൻവാസിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു തുണിയിൽ പേസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുക. അതുപോലെ തന്നെ സ്ലീവും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ 2 സ്ലീവ് നല്ല നിറയെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാനങ്ങനെ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനി നമ്മൾക്ക് എങ്ങനെയാണോ അളവ് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് പോർഷന് താഴെയായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.